ഹലോ ചങ്ങായിമാരെ, ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചാല് നമ്മൾ ഇന്നൊരു റോഡ് ഉണ്ടാക്കുകയാണ്. റോഡ് എന്ന് വെച്ചാല് അത്രയും സ്പീഡിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള റോഡാണ്. ഇപ്പൊ നിലവിലുള്ള റോഡ് നമ്മൾ JCB ഉപയോഗിച്ചിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാല് നമ്മളിപ്പോ അടുത്ത ഈ ഘട്ടത്തിലുള്ള മെറ്റീരിയൽസ് ഇതിന്റെ മുകളിലേക്ക് ഇടുമ്പോൾ അത് കറക്റ്റ് നിലവിലുള്ള റോഡുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിത് പൊളിച്ചിട്ട് ഇനിയിപ്പോ ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിൽ നല്ല മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഉള്ള റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ആകെ ചളിക്കുളമൊക്കെ ആയി കുണ്ടും കുഴിയും ഒരു അഗോലമായി കിടക്കുന്ന ഒരു വികൃതമായി കിടക്കുന്ന ഒരു റോഡാണ്. ഇത് നമ്മള് ഒരു ദിവസം ഇല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമ്മളിത് താർ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കുന്നതാണ്. അതിന്റെ പരിപാടിയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. എന്തായാലും നമ്മുടെ JCB കുട്ടൻ പൊളിച്ച് അടുക്കി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് നമ്മുടെ JCBന്റെ ഉള്ളിക്കയറി എന്നിട്ട് ഇതിങ്ങനെ പൊളിക്കുന്നത് കാണാൻ. നമ്മുടെ ഒരു കൈ കൊണ്ട് റെഡിക്ക് റോഡിനെ മാന്തി എടുക്കുമ്പോഴത്തെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. JCB കുട്ടൻ പൊളിച്ചടുക്കിയ റോഡ് നമ്മുടെ ഗ്രൈഡർ കുട്ടൻ വന്നിട്ട് ലെവലാക്കി വരികയാണ്. നമ്മുടെ JCB കുട്ടന്റെ പണി ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോ കളി മൊത്തം ഈ നമ്മുടെ ഗ്രൈഡർ കുട്ടന്റെ കൈകളിലാണ്. നമ്മുടെ ഗ്രൈഡർ കുട്ടൻ ഇവിടുന്ന് നല്ല ലെവലാക്കി ഒരു റോഡിന്റെ ഷേപ്പ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ആ ബ്ലേഡൊക്കെ വെച്ച് നല്ല വടിച്ചെടുത്ത് ലെവലാക്കിയാണ് നമ്മുടെ ഗ്രൈഡർ കുട്ടൻ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ പൊളിച്ചടിക്ക് നമ്മുടെ റോഡ് ലെവല് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിൽ നമ്മൾ അടുത്ത മെറ്റീരിയൽസ് ആയ GSP കൊണ്ടുപോയി നിരത്തേണ്ടതായിട്ടുണ്ട്. ഈ GSP എന്ന് പറയുന്നത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ GSP എന്ന് പറഞ്ഞാൽ റോഡിന്റെ മുകളിൽ നമ്മുടെ മണ്ണൊക്കെ ലെവലാക്കിയതിന് ശേഷമുള്ള ഇടുന്നൊരു മെറ്റീരിയലാണ്. ഗ്രാനുവൽ സബ് ബേസ് എന്നാണ് അതിന്റെ പേര്. നമ്മുടെ ഗ്രേഡർ വിട്ട് നമ്മുടെ JCB ഇളക്കിയിട്ട എല്ലാ ഏരിയകളും ഇപ്പോ ലെവലാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നമ്മൾ ഈ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മണിക്കൂർ പിന്നിട്ടിട്ടുള്ള കാഴ്ചയാണ്. ഇതൊക്കെ JCB കട്ട് ചെയ്ത് നമ്മുടെ ഗ്രേഡർ ലെവലാക്കിയ സ്ഥലമാണ്. ആ ലെവലാക്കിയ സ്ഥലം നമ്മുടെ റോളർ കുട്ടം വന്ന് മൊത്തത്തിൽ റോള് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല റോൾ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ പൊളിച്ചിട്ട റോഡ് നോക്കിയേ, എന്ത് രസമായിട്ടാണ് നമ്മുടെ ഗ്രേഡർ കൂട്ടം ലെവലാക്കി പോയത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ മുകളിൽ നമ്മുടെ GSP കൊണ്ടുപോയി ഇട്ട് അത് ലെവല് ചെയ്ത് സെറ്റാക്കി എടുക്കലാണ്. ഇത് നമ്മുടെ റോഡിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റോഡിന് ഇനിയും ഒരുപാട് വർക്കും കാര്യങ്ങളുണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള റോഡാണ്. നമ്മൾ വളരെ സമയം കുറച്ച് നല്ല വൃത്തിയിൽ ചെയ്യുന്നൊരു റോഡാണിത്. റോഡ് ചെയ്യാൻ ഇത്രയും സമയം മാത്രമേ വേണ്ടൂ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. പക്ഷെങ്കിൽ ഇത് നല്ല ക്വാളിറ്റിയിലുള്ള റോഡ് തന്നെയാണ് കേട്ടോ. കാരണം ഇതിലൂടെ ഹെവി വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ഈ റോഡ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മളിപ്പോ അടുത്ത ഘട്ടം നമ്മുടെ GSP ഇട്ട് അത് നമ്മുടെ നിലവിൽ ലെവലാക്കി വെച്ച റോഡിന്റെ മുകളിൽ GSP ഇട്ട് ലെവലാക്കി കൊണ്ടുവരുന്നതാണ്. ശരിക്കും റോഡിന്റെ ആ ഷേപ്പ് നമ്മുടെ ഈ GSP ഉപയോഗിച്ചാണ് സെറ്റാക്കി കൊണ്ടുവരുന്നത്. ഈ റോഡിലുള്ള വളവിലുള്ള ചെരിവുകളും ഈ വെള്ളം നിൽക്കാതെയുള്ള സെറ്റപ്പൊക്കെ നമ്മുടെ ഈ GSP ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രേഡർ കൂട്ടന്റെ അടുത്ത വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. GSP ഇട്ടു ലെവലാക്കി കൊണ്ടുപോകുന്നു. നമ്മുടെ ടിപ്പർ ലോറികളിലായിട്ട് GSP കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടി പോകുന്നുണ്ട്. അത് നമ്മുടെ ഗ്രേഡർ കൂട്ടൻ ലേക്കുന്ന നല്ല രീതിയിൽ ലെവലാക്കി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെറിയ റോഡുകൾ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ലൈനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ടിപ്പറുകൾക്ക് പൊക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഗ്രേഡർ കൂട്ടൻ വളരെ പതിയെ ശ്രദ്ധാപൂർവം പഴയ റോഡുകളിലേക്ക് നമ്മുടെ GSP മെറ്റീരിയൽ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അത് അതിനോട് ചേർത്ത് ലെവൽ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ നേരത്തെ ഈ റോഡ് കട്ട് ചെയ്യുമ്പോഴുള്ളൊരു ഒരു വ്യൂ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ ഈ റോഡ് കഴിഞ്ഞതിന് ശേഷം ഈ റോഡ് എങ്ങനെയുണ്ട് നമുക്ക് കാണാം. ഇതിപ്പോ GSP ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയം വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്.
കാരണം രാവിലെ മൊത്തത്തിൽ ഈ റോഡ് കട്ട് ചെയ്ത് മാറ്റി, അതിനുശേഷം കട്ട് ചെയ്ത് ഇളക്കിയ ഭാഗങ്ങൾ നമ്മുടെ ഈ ഗ്രേഡർ വട്ടം വന്ന് ലെവലാക്കി മൊത്തം. എന്നിട്ട് വെള്ളമൊക്കെ നനച്ച് റോളർ അടിച്ച് നല്ലോണം കോമ്പാക്ഷൻ ആക്കി. അതിനുശേഷം നമ്മൾ ഈ GSP കൊണ്ടുവരുന്ന ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ഗ്രേഡർ മെഷീൻ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയിൽ പണ്ട് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത്. മെയിനായിട്ടുള്ള ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ, മെയിനായിട്ടൊന്നല്ല, ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ റോഡ് ലെവൽ ചെയ്യുന്നതാണ്. ഈ മെഷീന് കാണുന്ന പോലെയൊന്നല്ല, ഒരുപാട് ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഓപ്പറേറ്റർ കുറച്ച് പണിയുള്ള ഒരു പണിയാണിത്. കാരണം ഇത് റോഡിനെ പറ്റിയിട്ട് നല്ല അറിവും കാര്യങ്ങളൊക്കെ വേണം, റോഡിന്റെ ഷേപ്പിനെയും അതുപോലെ തന്നെ ഈ റോഡിന്റെ വളവ് വരുന്നിടക്കുള്ള ഈ സൂപ്പർ റിലേഷനൊക്കെ നല്ല രീതിയിലുള്ള ഒരു അറിവുള്ള ആളായിരിക്കണം. കാരണം ഈ റോഡിന്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ മെഷീൻ വെച്ചാണ്. ആ GSP അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി അത് ലെവൽ ചെയ്ത് ഇങ്ങനെ ബാക്കിയുള്ള GSP ഒക്കെ മുന്നോട്ട് തള്ളി നീക്കി. കണ്ടോ, ആ ബ്ലേഡ് വെച്ച് വലിക്കുമ്പോൾ ആ ലെവലായി വരുന്നത് കണ്ടോ. ബാക്കിയുള്ളത് GSP മെറ്റീരിയൽ മുന്നോട്ടേക്ക് തള്ളി നീക്കി പോകുന്നതാണെന്നില്ലേ. ഇത് വളരെ കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണെങ്കിലും ഇതിലെ വർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇതൊരു ചെറിയ റോഡായതുകൊണ്ട് തന്നെ ഇവിടെ ഇതുപോലുള്ള വലിയ മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് വർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള മെഷീനറീസ് ഉപയോഗിക്കുന്നു. എല്ലാം കൂടി GSP ലെവലാക്കി രാത്രിയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരുപാട് സമയമൊന്നും വർക്ക് നടന്നില്ല. ഒരു ഏകദേശം ഒരു 9 മണി 9:30 വരെ നമ്മുടെ ഗ്രേഡർ കുട്ടൻ GSP ലെവലാക്കിക്കൊണ്ടിരുന്നു. കാരണം നമ്മൾ ഇന്ന് ഈ കട്ട് ചെയ്ത് ഇളക്ക് മാറ്റിയ ഈ റോഡ് GSP അടിച്ചു. നാളെ നമുക്ക് താറ് ചെയ്യാനുള്ള ഏരിയ ആണ്. പരമാവധി നമുക്കിത് പെട്ടെന്ന് തീർക്കേണ്ട ഒരു വർക്കായത് കൊണ്ട് തന്നെ നമ്മളത് പരമാവധി സ്പീഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ ഒരു ഇടിവും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നമ്മൾ ഇതാ മൊത്തത്തിൽ എമഷനൊക്കെ അടിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഈ എമഷൻ എന്താണെന്ന് വെച്ചാൽ ഈ GSP കല്ലുകള് പരസ്പരം ഇളകിപ്പോവാണ്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് താറിങ്ങിന് മുമ്പ് നമ്മൾ ഈ ഒരു പശ അടിച്ച് എല്ലാ കല്ലിനെയും ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. ആ ഒരു സാധനമാണിപ്പോ ഈ ബ്ലാക്ക് കളറിലായിട്ട് താറ് പോലെ നമ്മൾ കാണുന്നത്. ഇനി ഇതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ താറ് ചെയ്യുന്നത്. ഇതിപ്പോ 5.5 മീറ്റർ വീതിയിലുള്ള 4.5 മീറ്റർ വീതിയിലുള്ള റോഡാണ്. അപ്പോൾ ഇനിയിപ്പോ അടുത്ത ഘട്ടം നമ്മുടെ ഗ്രേഡർ കുട്ടനൊക്കെ വിട പറഞ്ഞു. ഇനി അടുത്ത ഘട്ടം നമ്മുടെ പേവർ കുട്ടനാണ്. പേവർ കുട്ടൻ എന്ന് വെച്ചാല് നമ്മുടെ താറ് ചെയ്യുന്ന മെഷീൻ, അതിപ്പോ നമ്മുടെ മുന്നിൽ വരും. ഇപ്പോൾ ചെറിയ ഇവിടെ വർക്കേഴ്സൊക്കെ ഇതിന്റെ ലൈനും കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേവർ കുട്ടൻ വന്ന് ഇവിടെ താറിങ് തുടങ്ങി കേട്ടോ. കുറച്ച് ഏരിയ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ചെറിയ റോഡായതുകൊണ്ട് തന്നെ വലിയ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ റോഡെടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. അതാ നമ്മുടെ ഇന്നലെ കണ്ട ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണിപ്പോ താറ് ചെയ്ത് മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർക്കേഴ്സൊക്കെ കണ്ടോ നല്ല ലെവലാക്കി ലൈനൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നിൽ നമ്മുടെ പേവർ മെഷീൻ താറ് ചെയ്ത് ലെവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മെഷീൻ എന്ന് വെച്ചാൽ കറക്റ്റ് ലെവലില് കറക്റ്റ് തിക്നെസ്സിൽ ടോപ്പ് ലെവല് കറക്റ്റ് ലെവലാക്കിയിട്ടാണ് ആ മെഷീൻ ഈ താർ മിക്സിനെ വലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ വേക്കിൽ ചെറിയ എന്തെങ്കിലും അലൈൻമെന്റ് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ വർക്കേഴ്സ് അത് ക്ലിയർ ചെയ്ത് പോകും. എന്നിട്ട് അതിന് മേലെയായിട്ട് റോളർ അടിച്ച് സെറ്റാക്കി കൊണ്ടുവരും. ഞാനൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്, എന്റെ വീടിന്റെ അടുത്തൊക്കെ ചെറിയ റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് താറ് ചെയ്ത് മൊത്തം 2-3 ദിവസത്തേക്ക് റോഡ് ബ്ലോക്കാക്കി ഇടുന്ന പതിവ് കണ്ടിട്ടുണ്ട്, വണ്ടിയൊന്നും കാറ്റാതെ. നമ്മുടെ ഈ റോഡ് അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഈ റോഡ് നമ്മുടെ ഈ താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ കയറ്റാം. കാരണം അത്രയും ക്വാളിറ്റി ഉള്ളൊരു റോഡാണ്, സാധാ നോർമല് താറിങ് അല്ല. അപ്പോൾ നമ്മുടെ വർക്ക് ഏതാണ്ട് ഇടം വരെ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റോളർ കുട്ടൻ ഇപ്പോൾ താറിങ് അടിച്ച് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ
ദൂരെയായിട്ട് നമ്മളെ ഓട്ടോ വന്നിട്ട് അവിടെ പൊടിയൊക്കെ ചാടി സെറ്റാക്കുന്നതായിട്ട് കാണാം. നല്ല വെളുത്ത മഞ്ഞ് തരികൾ പോലെ റോഡിങ്ങനെ വെളുത്ത് കിടക്കുന്നത് കാണാം. അങ്ങനെ ഫൈനലി നമ്മുടെ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 1.5 ദിവസം എടുത്തു ഈ റോഡ് ഇങ്ങനെ ടാർ ചെയ്ത് സെറ്റപ്പ് ഒക്കെ ആക്കാൻ. എന്തായാലും പെട്ടെന്ന് തന്നെ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിപ്പോ വണ്ടിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. JCBന്റെ ഉള്ളിലാണുള്ളത്. നമ്മുടെ റോഡിൽ കൂടി ഇപ്പൊ JCB ടാർ ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടേ ഉള്ളൂ. അതിന്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോ JCB എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ റോഡ് ഒന്നും തന്നെ സംഭവിക്കില്ല, അത്രയും ക്വാളിറ്റി ഉള്ള ഒരു റോഡ് തന്നെയാണ്. പഴയ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ട പോലെ റോഡ് അടച്ചിരുന്ന പരിപാടിയൊന്നും ഇപ്പൊ ഇല്ല. കുറച്ച് സമയത്തേക്ക് ടാർ ചെയ്യുന്ന കുറച്ച് സമയത്തേക്ക് മാത്രം ഈ റോഡൊന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഒരു കുറച്ച് മണിക്കൂറുകൾ. അപ്പോൾ ഈ റോഡിന്റെ ആ സമയത്ത് മാത്രം വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ എന്താ 100-110 ഇതിലൂടെ പറന്നടിച്ച് പോവാം. കാരണം നല്ല വീതിയുണ്ട്, റോഡ് നല്ല സെറ്റപ്പായി മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കണേ.